സംസാരിക്കണമെങ്കിൽ കേൾക്കാൻ ആൾ വേണം. പഠിച്ച സംഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർ ലോകത്തിൽ വളരെ കുറവാണ്. പക്ഷെ അത് പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ അത് നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ്. പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ എല്ലാം. ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് കൽക്കം കഴിച്ചതിൻ്റെ ആരോഗ്യമാണ് ഇന്നെന്നാണ് പറയുന്നത്. വിഷവൈദ്യനൊക്കെയാണ്. മന്ത്രങ്ങളെ കൊണ്ട് ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് ഷു നോക്കിയാൽ ഉടനെ തേള് വരും കയ്യിൽ, എന്നിട്ട് കളിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഞാൻ സാധാരണ പറയാറുള്ളത്, പാരമ്പര്യ വൈദ്യന്റെ പേരൊക്കെ പറയുമ്പോൾ ഈ വിരൽ നോക്കണം എന്നാ പറയാ. ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ നമ്മൾ തറിക്കാൻ വരുന്നത്. അപ്പൊ ഈ കഷ്ണം പോയിട്ടുണ്ടെങ്കിൽ അയാൾ പാരമ്പര്യ വൈദ്യനാന്ന് പറയാം. ഇതിന്റെ കഷ്ണം കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കുറേ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, കുറേ ജന്മങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന കുറേ സംഭവങ്ങളുള്ള ആദിവ്യാധി രൂപേണ ജായതേ എന്നാണല്ലോ, അത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ആദിയാണ്. ആ ആദിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വ്യാധി ഉണ്ടാവും. അപ്പൊ ചിരിക്കാൻ പഠിക്കുന്ന കുറേ ജനങ്ങൾ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ അവരൊക്കെ വ്യാധിയുള്ളവരായിട്ട് മാറുന്നതാണ്. ജനിക്കുമ്പോ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരല്ലേ നമ്മളൊക്കെ. സത്യമായിട്ടും സോഷ്യൽ ബീയിങ്, ഹ്യൂമൻ ബീയിങ്, ഈ രണ്ട് കഴിവുമാണ് മനുഷ്യനുള്ളത്. അതങ്ങനെ അല്ല ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ സാഹചര്യമാണ്. ബേസിക്കലി ഓരോ കുട്ടിയും ഓരോ സാധനം എടുത്തിട്ട് അതെന്താ ഇതെന്താ അതെന്താ ഇതെന്താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കീപ് ക്വയറ്റ്, സൈലന്റ് എന്ന് പറഞ്ഞിരുത്തുന്നവരാണ് നമ്മുടെ ടീച്ചേഴ്സ്. കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടപ്പോഴാണ് നമുക്ക് തോന്നുക ഇങ്ങനെയൊന്നും പോരാ. ഒരു വ്യക്തിയിലെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയും. ഒരു വ്യക്തിയിൽ ഒരാളിനെ വേണ്ടു. സ്വാമി വിവേകാനന്ദൻ എന്ന ഒരു വ്യക്തിയെ മാറ്റിയത് കൊണ്ടാണ് രാമകൃഷ്ണൻ അറിയപ്പെട്ടത്. പക്ഷെ അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരാളെ ആക്കി തീർക്കാൻ രാമകൃഷ്ണന് സാധിച്ചു എന്നുള്ളതാണ് വിവേകാനന്ദനിലൂടെ. കുറെ കാലമൊന്നും വേണ്ട, കുറച്ചു കാലം മതി. ആ കാലം നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് മാറ്റം വരുത്തുക. അപ്പൊ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള സ്ഥിതിയിൽ നിന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത്. ഞാൻ ഇങ്ങനെ ആയിരുന്നു, എങ്ങനെയോ ആയിക്കോട്ടെ, എന്താ കുഴപ്പം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, ഡൽഹിയിലുള്ള സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും കൊണ്ടുവിട്ടതാണ് 2008. ആ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യവും അച്ഛനോടും അമ്മയോടും വിരോധവും ആകെ ഒരു അവർഷനും, പഠിക്കാൻ താല്പര്യം. 9ാം ക്ലാസ്സിലെ കുട്ടിയാണ്. എൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാ വന്നത് കാലത്ത് തന്നെ, കാരണം എല്ലാ ദിവസവും ദേഷ്യമായിട്ടും ഭക്ഷണം തോന്നുമ്പോഴൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു വിട്ട് ഞാൻ ആ കുട്ടി, ആ മോൾ എൻ്റെ കൂടെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞിട്ട് എൻ്റെ ജീൻസ് ഫുൾ വെള്ളമായി. കാരണം പറഞ്ഞു, ഇതുവരെ എനിക്കിങ്ങനെ കരയാനൊരു സ്ഥലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആ കുട്ടിക്ക് എപ്പോഴോ അച്ഛൻ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു ഗിത്താർ കൊടുക്കാത്തതാണ് ആ കുട്ടിയുടെ പ്രശ്നം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത് ഡിഗ് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് പെരുമാറുന്നൊന്നും ആവില്ല ചിലപ്പോൾ നമ്മുടെ കാരണം ഇതൊന്നും ആവില്ല. ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ നടക്കുന്നൊന്നും ആവണമെന്നില്ല. പിന്നെ ഓരോരാളും വ്യത്യസ്തമായിട്ടില്ല. നമ്മളിപ്പോ ജാതകമൊക്കെ നോക്കിയിട്ട് പൊരുത്തം നോക്കുമ്പോൾ വ്യത്യസ്തമായ പൊരുത്തങ്ങൾ പറയുമല്ലോ. രഞ്ജുപ്പൊരുത്തം, വേദപ്പൊരുത്തം, വശ്യപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ടാ നോക്കുക. അപ്പൊ ഈ ഓരോന്നും കൃത്യമായിട്ട് അതിന്റെ ഗുണമുള്ളതാണ്. ഇന്നതുകൊണ്ട് ഇന്ന് ഓരോരാൾക്കും ഇഷ്ടങ്ങൾ വ്യത്യാസം ഉണ്ടാവില്ലേ. എനിക്ക് കഞ്ഞി ഇഷ്ടമായിരിക്കും, വേറെ ആൾക്ക് നൂഡിൽസ് ആയിരിക്കും ഇഷ്ടം. ആ കഞ്ഞി നൂഡിൽസും ഇഷ്ടമുള്ള ആൾ വിവാഹം കഴിച്ചാൽ എന്തുണ്ടാവും? എൻ്റെ ഇഷ്ടാവില്ല, മറ്റേ ആൾക്ക് ഉണ്ടാവും. എപ്പോൾ എല്ലാത്തിലും ഒരു അലോഹ്യം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാ. കഞ്ഞി നൂഡിൽസ് ഉണ്ടാക്കിയാൽ പോരെ. മനസ്സിലായോ? അത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അങ്ങനെ മനസ്സിലാക്കിയാലും തിരുത്തപ്പെടാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ടായി എന്ന് വരാം. നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. വേണമെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളത്, ഇപ്പൊ എനിക്ക് ഒരാളുമായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടാണെങ്കിൽ അയാൾ പതുക്കെ പതുക്കെ എൻ്റെ മാറ്റത്തിനനുസരിച്ച് ചേഞ്ച് ദം സ്ലോലി. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ചേഞ്ച് ദം എന്നാ പറയാം.
മനസ്സിലായോ? തമാശക്ക് പറയാറുള്ളതാണ്, പക്ഷെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണ്ടേ. ഇതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്കൊക്കെ ഉള്ളത്, ഞാൻ 2 കാര്യങ്ങളാണ് എപ്പോഴും പറയും. ഒന്ന് സ്വാതന്ത്ര്യം, മറ്റൊന്ന് ഭയം. ഇതിൽ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം വല്ലാത്ത ഒരു ദുർഗന്ധമുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, അത് ഞാൻ ഡിഗ് ചെയ്ത് കണ്ടുപിടിച്ച് മാറ്റിയിട്ടേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് മാറിപ്പോയാൽ പോരെ. ലോകത്തിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇല്ലേ? ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല, എനിക്ക് രമ്യ തീരെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം, ഞാൻ രമ്യയുടെ അടുത്ത് ഇരിക്കാണ്ടിരുന്നാ പോരെ. വേറെ എത്രയോ ജനങ്ങളുണ്ട്, ഞാൻ അടുത്തിരിക്കുമ്പോഴേ മാത്രമേ എനിക്ക് ഓർക്കണ്ടൂ, അതല്ലാത്ത സമയത്ത് ഞാൻ ഓർക്കാതിരുന്നാ പോരെ. പക്ഷെ എന്തുകൊണ്ടാ ഓർക്കുന്നത്? നമുക്ക് വലിയ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒഴിവാവേണ്ടത് അത്യാവശ്യമായിട്ട് 200% ബിസി ആവണം. 100% അല്ല ഞാൻ പറയാറ്, 200% ബിസി ആവണം. ഇന്നത്തെ പണി ഇന്ന് മാത്രം പോരാ, നാളത്തേക്ക് ചെയ്യാനുള്ള പണി ആലോചിക്കാനുള്ള ഒരു പണി കൂടി ഇന്നുണ്ട് എനിക്ക്. മനസ്സിലായോ? ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്ന ചെറിയ 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 കർമ്മങ്ങളാണ് വലിയ പ്രോജക്റ്റുകളായിട്ട് നാളെ മാറുക ചിലപ്പോൾ. മനസ്സിലായോ? പക്ഷെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ ഒന്നും ആവില്ല, ഉറപ്പാ. കുറേ ക്ലീൻ ചെയ്യാനുണ്ട് വീട്ടില്, അത് ക്ലീൻ ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ക്ലീൻ ആവും? എന്ത് ചെയ്യണം? ചെയ്യണം. അത് ഇപ്പൊ തുടങ്ങണം, ഈ നിമിഷം തുടങ്ങണം. ഞാൻ ഇരിക്കുന്ന ടേബിൾ തുടങ്ങി അടുത്ത സ്ഥലങ്ങൾ തുടങ്ങി ഇങ്ങനെ 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 ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സംഭവമല്ലേ. ഞാൻ എൻജോയ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അത് എൻജോയ് ചെയ്യാതെ എൻ്റെ കൈ കേടാവും, എനിക്ക് പ്രശ്നമാവും, അത് കഴിഞ്ഞാൽ കഴുകണം, അത് കഴിഞ്ഞാൽ അത് കഴുകാനുള്ള ലിക്വിഡ് സോപ്പ് എൻ്റെ അടുത്തില്ല, വെള്ളമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സമയം നമുക്ക് കളയാം. സത്യമാണ്. അങ്ങനെ ഒരു ഒഴിവ് കഴിവും പറയരുത്. ഇപ്പൊ തുടങ്ങും, ഇപ്പോൾ തുടങ്ങുവിൻ, ഈ നിമിഷം മുതൽ. അങ്ങനെയാണ് വേണ്ടത്. അത് വേറെ ആരും മോട്ടിവേറ്റ് ചെയ്തിട്ടല്ല. കാരണം നമ്മുടെ എനർജി ക്യാൻ നൈദർ ബി പ്രിസർവ്ഡ് നോർ ബി കൺസർവ്ഡ് നോർ ബി ഡിസ്ട്രോയിഡ് നോർ ബി ജനറേറ്റഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും അല്ല നമ്മുടെ ആരോഗ്യം. അതിനേക്കാളും കൂടുതൽ ശരീര മനസ്സോ യോഗ പരസ്പരമനുവൃജേത്താണ്. മനസ്സുണ്ടോ ആരോഗ്യം ഉണ്ടോ? നല്ലപോലെ ഭക്ഷണം കഴിച്ച് എനിക്ക് ഓടാൻ പറ്റണമെന്നുണ്ടോ? നല്ലപോലെ വിശന്നിരുന്നിട്ട് ഒന്നും വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഓടാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ എൻ്റെ കുട്ടി വീഴുമ്പോൾ ഞാൻ ഒട്ടനെ ഓടുമല്ലോ, ഇല്ലേ? നടുവേദനയാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അമ്മ കുട്ടി വീഴുന്നത് നോക്കിക്കൊണ്ടിരിക്കാറുണ്ടോ? ഞാൻ ആദ്യം പറയാറ് നടുവേദന എന്നൊക്കെ പറയുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് പറയും. ഇപ്പൊ എനിക്ക് ആരോഗ്യപരമായിട്ട് കുറേ പ്രശ്നങ്ങൾ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അതൊന്നും ആലോചിക്കാൻ എനിക്ക് സമയമില്ല. അതിന് ചികിത്സ പോലും ചെയ്തിട്ട് ഞാൻ സമയം കളയാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. കാരണം ഇതിനൊക്കെ ചികിത്സിച്ചുകൊണ്ട് എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവർക്കും ഒരേ അസുഖമാണ്. കാരണം പാരമ്പര്യമാണ്. അവരൊക്കെ അതിന് കുറേ സമയം ചെലവഴിക്കുകയും കുറേ മരുന്ന് കഴിക്കുകയും കുറേ ട്രീറ്റ്മെന്റ് പലയിടത്തു നിന്നൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് അവസാനം ഇപ്പൊ എൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ചെയ്താലും ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാണ്. കാരണം ശരീര മനസ്സോ യോഗം, മനസ്സിനാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ചില ആൾക്കാരുണ്ട്, എങ്ങനെയുണ്ടോ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എന്തായിരുന്നു പനി, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട്, അല്ല എനിക്ക് അറിയില്ല കേട്ടോ നാളെ പനി വന്നാലോ, ഇന്നത്തെ പനി മാറി എന്ന് പറയേയില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മനസ്സ് നന്നാക്കുക, കൃത്യമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്നുള്ള ബോധം ഉണ്ടാവുക, അതിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ഈ നിമിഷം മുതൽ. അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒട്ടനെ ആലോചിക്കണം. മനസ്സിലായോ? ഇഷ്ടംപോലെ പഠിക്കണമെങ്കിൽ പഠിക്കാനുണ്ട്. നമ്മൾ ഒരു എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തിന്റെ ബാക്ക് കവറിൽ ഒരു പണ്ട് ഞാൻ എഴുതിയിട്ടുള്ളൊരു കൊട്ടേഷനാണ്, ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ്. ഓക്കെ, ആ റിവറിൽ നമ്മൾ എന്തെങ്കിലും
ഒരു വലിയ മരം വീണ് തടഞ്ഞു നിർത്തിയാൽ ആ റിവർ എന്ത് ചെയ്യും? താഴത്തുകൂടിയും സൈഡിലൂടെ ഒക്കെ ഒഴുകാൻ നോക്കും. ഒന്നും പറ്റാതിരുന്നാലോ ഫില്ല് ചെയ്ത് അവസാനം ഇത് എടുത്ത് ചാടുമ്പോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ എന്ത് ഭംഗിയായിരിക്കും കാണാൻ, അല്ലേ? അത് ഫില്ല് ചെയ്യുമ്പോഴല്ലേ കടന്നു ചാടാൻ പറ്റുള്ളൂ, അപ്പോഴല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ തടസ്സങ്ങൾ ജീവിതത്തിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ നമ്മൾ വളരെ റിജിഡായി എന്ന് വിചാരിക്കൂ. ഒരു വലിയ കാറ്റടിച്ചാൽ മരം താഴെ വീണ് പൊട്ടിപ്പോകും. റിജിഡ് അല്ലാത്ത ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ സൂര്യപ്രകാശം വരുമ്പോൾ ഷടേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വളരാൻ തുടങ്ങും. അപ്പൊ ഫ്ലെക്സിബിൾ ആവണം. എല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ ഒരിക്കലും, എൻ്റെ അടുത്തൊക്കെ എത്രയോ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയാറ്. കാരണം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഒരു 6-7 വർഷമായിട്ട് ഞാൻ ഭയങ്കര കാമൻ ക്വയറ്റായിരുന്നു. ഇപ്പം എന്റെ സംസാരമേ എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ ചാടും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് ഒന്നെന്താ വെച്ചാൽ നമുക്ക് ഉള്ളില് ഈ എപ്പോഴാ ആംഗ്രി വരുന്നത്? അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത എന്തെങ്കിലും സംഭവം. ഇപ്പൊ എന്നോട് ഒരാൾ സമയം ചോദിക്കാന്ന് വിചാരിക്കും, എനിക്ക് ദേഷ്യം വരും? വരില്ല. പക്ഷെ ഞാൻ ധൃതിയിൽ ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിക്കും, സമയം ചോദിച്ചാൽ ദേഷ്യം വരില്ലേ? അതേ സമയത്ത് എനിക്ക് നല്ല തലവേദനയാന്ന് വിചാരിക്കൂ, ദേഷ്യം വരും. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള അസുഖങ്ങളോ എൻ്റെ കർമ്മങ്ങളിൽ വിഘ്നം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ റിയാക്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? അത്തരം കുറെ ആൾക്കാരുടെ കൂടെയാന്ന് വിചാരിക്കൂ, വരില്ല, ദേഷ്യം വരില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിക്കൂ, വരും. ഒരു സാധനം കയ്യിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് വിവാഹത്തിന്റെ ദിവസമാണെങ്കിൽ അമ്മ വഴക്ക് പറയൂ? അപ്പൊ സാഹചര്യം നോക്കിയിട്ടാണ് പറയാ നമ്മൾ. എല്ലായ്പ്പോഴും ഒരേപോലെ അല്ലല്ലോ നമ്മുടെ പെരുമാറ്റം. അത് സിറ്റുവേഷനിലാണ്. ഇത്രയും സമയം പറ്റാത്തത് ചിലപ്പോൾ പറ്റുമ്പോൾ ആദ്യമുള്ളത് പോലെ അല്ലല്ലോ. സാധാരണ പറയാണ്ട് ഹസ്ബൻഡും വൈഫും അന്യോന്യം പറയുന്നത് ആർക്കും കേൾക്കാതെ അവരവർക്ക് മാത്രം പറയുന്ന വിധത്തിൽ കേൾക്കും ആദ്യത്തെ 1-2 വർഷം. പിന്നെ 3-ാമത്തെ വർഷം മുതൽ നാട്ടുകാരെല്ലാം കേൾക്കും അവർ പറയുന്നതെന്ന് പറയും. ഇല്ലേ? അപ്പൊ അതൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെ പോകുന്നതിനേക്കാളും നല്ലത് ഈ മാറ്റം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് വരില്ലല്ലോ. പലപ്പോഴുള്ള ധാരണ, ഇപ്പൊ ഇന്ന് ഇട്ട പോസ്റ്റിൽ ഒരു സ്ത്രീ ഇട്ടത് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ കൃഷ്ണ 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 എന്ന് 1000 പ്രാവശ്യം എഴുതിയാൽ വെറുതെ ടൈം വേസ്റ്റ് ആണ്. സത്യമായിട്ട് ടൈം വേസ്റ്റ് ആണ്, ഒരു കാര്യമില്ല. മനസ്സിലായോ? അതേ സമയത്ത് ഞാൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആർക്കെങ്കിലും ഗുണമുള്ളൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അത് ഗുണമുണ്ടാവും. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ചാടിപ്പോവാനുള്ള മാർഗമല്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ള ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥിജ്ഞാനി, 4 തരത്തിലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ടെന്നാണ്. അത് ആ സീക്വൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ആർത്തോ, ദുഃഖമുള്ളവര്, എനിക്കിഷ്ടമൊന്നുമല്ല അവരെ. ജിജ്ഞാസു, ഇവിടെ ആരൊക്കെയാ വന്നതെന്ന് അറിയാൻ ചിലരൊക്കെ വരും. അർത്ഥാർത്ഥി, ആ അർത്ഥം എന്തിനാണ്? എനിക്ക് കാശ് വേണം. കാശ് വേണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മിനെ വിവാഹം കഴിച്ച് കൂടെ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ വിഷ്ണു. കാശ് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ കുചേലന് കുറെ ധനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മനസ്സിലായോ? ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, വിവരമുള്ളവരെ എനിക്കിഷ്ടമാണ്. ഓക്കെ. ആർത്തോ, ദുഃഖമുള്ളവരെയും കൃഷ്ണൻ വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത്, അതിപ്പോ ഗാന്ധാരിയുടെ കഥ പറയുമ്പോൾ ദുഃഖം വന്നാൽ ഭഗവാനെ ഓർക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ദുഃഖം കൊടുത്തിരിക്കുന്നത്. കാരണം ദുഃഖമുള്ളപ്പോഴല്ലേ ആലോചിക്കുള്ളൂ ഭഗവാനെ കുറിച്ച്. അപ്പൊ ദുഃഖം മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലാവും? അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവ് കിട്ടാനുള്ള, ധൈര്യം കിട്ടാനുള്ള, ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഒരു ശക്തിയാണ് ഭഗവാൻ. അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. നമ്മൾ കണ്ടുപിടിക്കണം. ആ റിസർച്ച് നമ്മളാണ് ചെയ്യേണ്ടത്. ടൈം പാസ് ആണ്, ഒരു പാഷനാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന, ഇപ്പൊ പൗഡർ ഇട്ടിട്ടിരിക്കുന്നു, ഞാനിപ്പോ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നു,
അല്ലെങ്കിൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്നു. ഇതൊന്നും കൃഷ്ണനും ഭഗവാനും തന്നിട്ടുള്ളതല്ല. അല്ല. ആരോ മനക്കെട്ട് പണിയെടുത്ത് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ആണോ അല്ലയോ? അതെ. ഭഗവത്ഗീതയിലെ ജ്ഞാനം, കർമ്മം, ഭക്തി 3 യോഗങ്ങളാണ്. അതെ. അതിലേറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കർമ്മയോഗം. പക്ഷെ കർമ്മം ചെയ്യണമെങ്കിൽ ജ്ഞാനമില്ലാത്ത കർമ്മം ചെയ്താൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം ജ്ഞാനത്തിനാണ്. ഞാൻ ഹൈലി ഡിവോട്ടഡ് ആണ്. ഓക്കെ, ആ ഡിവോഷൻ ഉള്ളത് കൊണ്ടാണോ ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്? എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. ആ ഡെഡിക്കേഷൻ കൊണ്ടാണോ എൻ്റെ അടുത്ത് വരുന്നത്, അല്ല ജ്ഞാനം കൊണ്ടാണോ? ജ്ഞാനം കൊണ്ട്. അപ്പൊ ഏതാ പ്രാധാന്യം? നല്ല ഡെഡിക്കേറ്റഡ് ആണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം റബ്ബിഷാണ്. അടുത്ത് പോവോ ആരെങ്കിലും? ഇല്ല. അപ്പൊ ഡെഡിക്കേഷൻ ആവശ്യമാണ്. പക്ഷെ ആർക്കാണ് ഡെഡിക്കേഷൻ ആവശ്യം? ഭക്തി ആവശ്യമാണ്. ആർക്കാണ് ഭക്തി ആവശ്യം? ജ്ഞാനമുള്ള ആൾക്ക്. പക്ഷെ ജ്ഞാനം കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ കർമ്മമാണ് പ്രാധാന്യം. സ്കില്ലാണ് മോർ ഇമ്പോർട്ടന്റ്. ഓക്കെ. ആ സ്കില്ല് ഉണ്ടാക്കാനുള്ള ജ്ഞാനം നമുക്ക് വേണം, അതിനുള്ള ഭക്തിയും വേണം. മനസ്സിലായോ? ആ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആക്കിയിട്ടൊക്കെ കൊടുക്കുമല്ലോ ഭക്ഷണം കൊടുക്കുമ്പോൾ. പക്ഷെ അതിനകത്തിരിക്കുന്ന ഭക്ഷണം ഇല്ലാണ്ട് ക്ലീൻ ആയിട്ടുള്ള പാത്രം മാത്രം തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവുമോ? ഇല്ല. അതിനകത്ത് എന്തെങ്കിലും വേണ്ട കഴിക്കാൻ. തീർച്ചയായിട്ടും. അതല്ലേ കർമ്മം. അതെ. ഇനി അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് ചോദിക്കുമ്പോൾ അതും കൂടി പറയുന്ന ഒരാളാവണ്ടേ. തീർച്ചയായിട്ടും. അതൊന്നും വേണ്ട, എന്താ വെച്ചാൽ കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അത് കഴിച്ചാൽ ഗുണം ഉണ്ടാവുമോ അതൊന്നും എനിക്കറിയില്ല, കഴിച്ചോട്ടു അങ്ങനെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉള്ളതാണോ നമ്മൾ കഴിക്കുക? അല്ല, അതിന് ഗുണമുണ്ടാവും. അപ്പൊ കർമ്മം, സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നല്ലപോലെ കർമ്മം ചെയ്യാൻ, നല്ലപോലെ ഭക്തി ഉണ്ടാവും. ആ ഭക്തി ഞാൻ ഡോക്ടർ TPS ഒരു ക്ഷേത്രത്തിലും പോകാറില്ല. ഒരു പ്രാവശ്യം രാമ 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 എന്ന് വിളിച്ച സമയം കളയാറില്ല. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം. ഏന കേന പ്രകാരം, എന്ത് ചെയ്തിട്ടാണ്, എങ്ങനെ പറഞ്ഞിട്ടാണ് എന്നും ആലോചിക്കരുത്. കുറച്ച് സമയം സന്തോഷം തരാൻ പറ്റുമോ? അതാണ് ഈശ്വര പൂജ. മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് എന്ത് കിട്ടുമ്പോഴാണ്, എനിക്ക് ഞാൻ എന്ത് തരുമ്പോഴാണ്, എന്താണ് റെസ്പോൺസ്, അതാണ് റിഫ്ലക്ഷൻ. ആ റിഫ്ലക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കുറച്ച് പേരുമായിട്ട്. എല്ലാവരുടെ അടുത്തൊന്നും നമുക്ക് പറ്റില്ല, കുറച്ച് പേരെടുത്തെങ്കിലും അങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ലൈഫ് ബിക്കം ത്രില്ലിംഗ് ആൻഡ് എൻജോയബിൾ. ഞാൻ ഡോക്ടർ TPS 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ, എൻ്റെ സ്കൂളാണ് ഞങ്ങളുടെ മാനേജ്മെന്റ്, അവിടുത്തെ പഴയ ജന്മിയാണ്. എൻ്റെ ബ്രദേഴ്സൊക്കെ അവിടുത്തെ ടീച്ചേഴ്സാണ്. ആ എന്നെ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാൾ കൂടെ പഠിക്കണ്ടെന്ന് ആരും അറിഞ്ഞില്ല. അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അല്ല, അത് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ഇപ്പം എന്നോട് സംസാരിച്ചാലും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചാൽ ഞാൻ ചെവി ഒന്നും കേട്ടെന്ന് ധരിക്കുകയില്ല, ഞാനത് ഇൻവോൾവ് ചെയ്യുകയില്ല. നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ, ഇപ്പം ഞാനിപ്പോൾ ഇത്രയും സമയം സംസാരിക്കാൻ പറ്റും, ഇത്രയും മിനിറ്റ് ഒരു ശ്രദ്ധയില്ലാത്ത കുട്ടിയാണെങ്കിൽ ഇല്ല. ശ്രദ്ധയുണ്ട്, പക്ഷെ അത്തരം കാര്യങ്ങളിലേ ശ്രദ്ധയുള്ളൂ. ഓരോരാൾക്കും ഓരോ വിഷയങ്ങൾ ഇഷ്ടമുണ്ടാവുമല്ലോ, അല്ലേ? ഇപ്പം ഞാനിപ്പോൾ എത്രയോ കാലമായി പുറത്ത് താമസിക്കുന്നു, പക്ഷെ നൂഡിൽസിന്റെ ഒരു ടേസ്റ്റ് ഇതുവരെ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമല്ല അത് ഓരോരാളുടെ ടേസ്റ്റ് അതാണ്. എനിക്കിപ്പോഴും കഞ്ഞിയാണ് ഇഷ്ടം. അപ്പം നമുക്ക് എന്താണോ ഇഷ്ടം അതിൽ നമ്മൾ സമയം ചെലവഴിക്കും, ഇഷ്ടമില്ലാത്തതിൽ സമയം ചെലവഴിക്കില്ല, ശ്രദ്ധിക്കില്ല. അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത്തരം ഗ്രൂപ്പുകളിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾ സത്സംഗമായിട്ട് തോന്നില്ല. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ, ആ 24 മണിക്കൂർ ഗുണിക്കണം 60 മിനിറ്റ് ഗുണിക്കണം 60 സെക്കൻഡ്, എങ്ങനെ നമ്മൾ ചെലവഴിക്കണം എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. അതിൽ 5 മിനിറ്റ് ചെലവഴിച്ചാൽ തന്നെ എത്ര പെർസെൻറ്റേജ് ആവുള്ളൂ എന്നറിയാത്? 12 × 24, അത്രയും കുറവാണ്. 288 ഒരു ഭാഗം, 1/288 ഭാഗം നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും, സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. ആ ചിന്ത മാത്രം മതി ജീവിതത്തെ സർവൈവ് ചെയ്യാൻ. മനസ്സിലായോ? അതിന് പകരം 5 മിനിറ്റുള്ള ദുഷിച്ച ചിന്തകളും നമ്മളോട് വേറൊരാൾ പെരുമാറുന്നത് ശരിയല്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് തുടങ്ങിയ ആ 24 മണിക്കൂറും അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലോ ദുരിതാവാനും മതി.
അതെ അതെ അതല്ലേ ഭഗവാൻ പറഞ്ഞത്, ഉദ്ധരേത് ആത്മനാത്മാനാം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു. എന്നിട്ട് കൂടെ രാധയെയും കൃഷ്ണനെയും കൊണ്ട് നടക്കണമുണ്ട്. രമിച്ചുകൊണ്ടാണ് നടക്കണം രാധയെയും കൃഷ്ണനെയും. എന്നിട്ടാണ് പ്രശ്നം. ഏറ്റവും കൂടുതൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പലരും ഇത്തരം എന്തെങ്കിലും ഫ്രസ്ട്രേഷനുള്ളവര്, അവരുടെ ഒരു ഔട്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അവർക്ക്, അതെ അതിനു വേണ്ടിയിട്ട് ചാടിയിട്ടുള്ളവരാണ്. വിചാരിക്കുന്ന പല ആൾക്കാർ, നമ്മൾ പ്രസിദ്ധരായിട്ടുള്ള കുറെ ആൾക്കാരുടെ എക്സാമ്പിൾസ് എനിക്ക് പറയാം. ഞാനുമായിട്ട് ഇടപെടുന്ന കുറെ ആൾക്കാരുടെ കാര്യം എനിക്ക് പറയാം. ഇത് സ്ഥിരമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ്, എനിക്ക് ഇതിനകത്തുനിന്ന് സൊല്യൂഷൻ ഇല്ല എന്ന് തോന്നുമ്പോൾ ആദ്യം അറിയേണ്ടത് സൊല്യൂഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നാണ്. മനസ്സിലായോ? അടുത്ത കാലത്തൊരു തെലുങ്ക് സിനിമ ഉണ്ടായിരുന്നു, 35 അന്ത പെദ്ദ കാര്യമല്ല എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ 35 മാർക്ക് കിട്ടുക എന്നുള്ള വലിയ പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. മകന് 35 മാർക്ക് കിട്ടാത്തതിന് അമ്മയെ സ്ഥിരമായിട്ട് വഴക്ക് പറയുന്ന ഹസ്ബൻഡാണ്. അതെ ആ ഹെർ എന്നുള്ളൊരു സിനിമ ഉണ്ടല്ലോ ഹിന്ദിയിൽ, കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് കേട്ടിട്ടുണ്ട്. കോഴിക്കോടുള്ള ഒരു നമ്മുടെ ഒരു മലയാളം സിനിമയുടെ റീമേക്ക് ആണത്. അതെ ആ ഹിന്ദി മൂവി ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട്, ഹിന്ദി മൂവിയും കണ്ടിട്ടുണ്ട്. അത് അസലായിട്ട് എടുത്തിട്ടുണ്ട്. അടുക്കളയിലുള്ള ഹെയറിനാണോ സർ? HER ആ ഹെർ. ഈ ഇപ്പൊ ഞാൻ ഇത് കണ്ടായിരുന്നു, ജസ്റ്റ് യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോ അതെ, അതിന്റെ ആ ഒരു ഹെർ എന്നുള്ള മൂവി advertisement കണ്ടു. ശരിക്കും മലയാളത്തിൽ നിന്ന് എടുത്തതാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. അതെ ഓക്കെ, ഇങ്ങനെ കുറെ സിനിമകളൊക്കെ പലയിടത്തും നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയായിട്ട് വരുന്നത്. ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ളത്, ഹെർ എന്നുള്ള മൂവിയൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ഒരേ കഥ തന്നെയാണ്. അത് കാണുമ്പോൾ 35 പിന്നെ അന്ത പെദ്ദ കഥ കാതു എന്ന് പറയുന്ന സിനിമ കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കും ഇങ്ങനെയൊക്കെ സഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ലോകത്ത്. അത് റിച്ച്, പുവർ, എഡ്യൂക്കേറ്റഡ്, നോൺ എഡ്യൂക്കേറ്റഡ്, സെലിബ്രിറ്റി, നോൺ സെലിബ്രിറ്റി, ഫേമസ്, നോൺ ഫേമസ്, ഭംഗിയുള്ളവർ, ഭംഗിയില്ലാത്തവർ, കാണാൻ കൊള്ളാത്തവർ, കൊള്ളുന്നവർ, ഇതൊന്നുമായിട്ട് വ്യത്യാസമില്ല. സ്വന്തം കാശുള്ളവർ, കാശില്ലാത്തവർ, ഒന്നും വ്യത്യാസമില്ല. ഓക്കെ, യു വാണ്ട് എ വെന്റ് ഔട്ട്, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. അതിന് കയ്യിൽ പ്രൊഫഷൻ ഇരിക്കുന്ന കുട്ടിയാ എൻ്റെ കുട്ടിയെ നീ കഴിഞ്ഞ വെറുതെ ഇരിക്കല്ലേ ചെയ്യണേ. അതെ സ്റ്റോപ്പ്. ആ പണ്ടത്തെ കഥ എത്ര കാലം മുമ്പ് തുടങ്ങിയതായിരുന്നു അത്? ആ 2 വർഷം മുമ്പുള്ള സിറ്റുവേഷൻ അല്ല ഇന്ന്. അപ്പൊ ഒരാഴ്ച മുമ്പ് നടക്കുന്നതല്ല ഇന്ന് നടക്കുക. ഓരോ സമയത്തും മാറ്റമില്ല നമുക്ക്. നമ്മൾ ഓരോരോ സംഭവങ്ങളും നടക്കുമ്പോൾ, ഇപ്പൊ കയ്യിൽ ഒരു 10,000 രൂപ വരുമ്പോഴും ആ ഇല്ലാത്ത ഒരാളുടെയും ബുദ്ധിമുട്ടുണ്ടാവില്ലയോ? എന്നെ കോണ്ടാക്ട് ഉള്ളപ്പോഴും കോണ്ടാക്ട് ഇല്ലാത്തപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? എല്ലാ കാര്യത്തിലും ഓരോ നിമിഷവും നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാശായാലും, ധൈര്യമായാലും, അറിവായാലും, ഫ്രീഡായാലും, ആരും എപ്പോ വേണമെങ്കിലും കൃഷ്ണരാമ ഗോവിന്ദ കാച്ചിപ്പോയിക്കൂടെ? ആണോ അല്ലയോ? ഇതൊന്നും ഒരു അർത്ഥമുള്ള സംഭവമല്ല ജീവിതം. പക്ഷെ ഉള്ള സമയത്ത് ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിന, എൻ്റെ ദേഹം കൊണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഗുണമുണ്ടാവുമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? ഇപ്പൊ ഈ പറയുന്ന അതേ സമയം എന്തുകൊണ്ടാണ് എനിക്ക് ജിമീറ്റ് ലിങ്ക് അയക്കാൻ പറ്റിയത്? അത് റെഡിയാക്കി വെച്ചോന്നുമല്ല. ശരിക്കും 11 മണിക്ക് ഒരാൾക്ക് ജിമീറ്റ് ലിങ്ക് ഉണ്ടാക്കി ആ സ്ത്രീക്ക് ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവര് പെരുമ്പാവൂരുകാരിയാണ്, അവർക്ക് പ്രഭാഷണം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞു ഫിസിക്കലായിട്ടാണെങ്കിൽ അടുത്ത അമ്പലത്തിൽ പോയിട്ട് പറയുക, എന്നിട്ട് അവരുടെ കൂടെ ശനിയാഴ്ചകൾ തുടങ്ങാം. റിട്ടയർ ആയി, 10-65 വയസ്സായി. പുതിയൊരു ഇന്നിങ്സ് ആണ്, പുതിയൊരു പ്ലാൻ തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ വിളിച്ചത് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു ഒട്ടനെ പോവാ, അമ്പലത്തിൽ പോവാ, ശിവരാത്രി വരികയാണ്, ശിവരാത്രിക്ക് എന്റെ പ്രഭാഷണം ഉണ്ടാവുന്ന അവിടെ ബോർഡിൽ എഴുതി വെക്കുക, തുടങ്ങുക. ഇനി ഓൺലൈൻ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇപ്പൊ ലിങ്ക് അയച്ചാൽ ഇപ്പൊ ചേരാൻ പറഞ്ഞു. 10 മിനിറ്റേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ചേരാൻ അറിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, വൈകുന്നേരം ചെയ്യാം. വൈകുന്നേരം ഇതിനേക്കാളും ബിസി ആവണം ഞാൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് യാതൊരു ഒരു മടിയും പാടില്ല. അങ്ങനെ
അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂസ് അങ്ങനെ തന്നെയാവും. അതാണ് പറ്റിയത്. അപ്പൊ അതിൽ നിന്ന് പുറത്ത് ചാടണമെങ്കിൽ കുറച്ചും കൂടി മനക്കെടണം. പണ്ട് നഷ്ടമായിരുന്നു, നഷ്ടമായിക്കോട്ടെ. പണ്ട് ഞാൻ നടക്കുമ്പോൾ കുറെ പ്രാവശ്യം വീണ് പോയി നോട്ട് ഇപ്പോഴും നടക്കുമ്പോൾ വീഴുമോ? പിന്നെ എന്തിനാ പണ്ടത്തെ കാര്യം? അതുകൊണ്ട് കുറച്ച് കാശ് നഷ്ടമായി, നഷ്ടാവട്ടെ. ഇത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഹസ്ബൻഡ് എന്ന് പറയുന്നതിന്റെ പേര് തന്നെ ഹസ്ബന്ദ് എന്നാണ്. ഹസ്ത് ബന്ദ് ഭി ഹോ സക്താ ഹൈ. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഏട്ടൻ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഒക്കെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുടെ മക്കൾക്ക് ഒന്നും ആവാണ്ട് പോയിട്ടില്ലേ ലോകത്ത്? എല്ലാ സപ്പോർട്ടും കൊടുത്ത് കാശും കൊടുത്തിട്ട് ഒന്നും ആവാണ്ട് പോയിട്ടുള്ള എത്രയോ ആൾക്കാരെ നമുക്കറിയാം. അതുകൊണ്ട് ഒരാളും നമ്മളെ നന്നാക്കാനോ ചിത്തയാക്കാനോ ഒന്നും മെനക്കെടുന്നവരല്ല. നമ്മൾ തീരുമാനിക്കുക എനിക്ക് ഇന്നത് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ ഡോക്ടർ TPS പറഞ്ഞതുകൊണ്ട് മാത്രമല്ല. പക്ഷെ എനിക്കൊരു ധൈര്യം വേണം എന്ന് തോന്നുമ്പോൾ എന്താ വേണ്ട പറ, തുടങ്ങണം. എന്താ വേണ്ടത് എഴുതി വെക്കുക. എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത്, തുടങ്ങും. എവിടെ തുടങ്ങും? കീപ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. വേർ, വെൻ, വൈ, വാട്ട്, ഹൗ, WWWH കുറേ ചോദ്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ ഉത്തരം എഴുതാം. എവിടെ തുടങ്ങണം? കൃത്യമായിട്ടൊരു സ്ഥലം. ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2. എപ്പോൾ തുടങ്ങണം? അതിനില്ല, ഇപ്പോ. ഓക്കെ, എന്തൊക്കെ ചെയ്യാം. അതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആള് ജീവിതത്തിൽ ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ എല്ലാ കുട്ടികളോടും ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുള്ളതെന്നറിയോ? സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. 9ാം ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ഞാൻ ചോദിക്കും, ഇന്ന് പോയിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മ ഈ പ്രായമുള്ളപ്പോൾ 18 വയസ്സുള്ളപ്പോൾ 15 വയസ്സുള്ളപ്പോൾ എന്തായിരുന്നു ഡ്രീം, അതായോ എന്ന് ചോദിക്കാം. 100% അതായില്ല എന്ന് പറയുന്നവരായിരിക്കും. ആണോ അല്ല? നമ്മളൊന്നും വിചാരിക്കുന്നത് ആവാറില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റണ്ടേ? നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്ര നല്ല സിറ്റുവേഷനിലാണെന്നത്. ഞാൻ ജാർഖണ്ഡിൽ ഒരു സ്കൂളിൽ പോയി. ദേവഘർ എന്നാണ്, ഭഗവാന്റെ ഘർ എന്നാണ്, വീട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് തന്നെ. ദേവഘറിൽ ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ 10-11 കുട്ടികളാണെന്ന് തോന്നുന്നു. അതെ, 9, 10, 11 കുട്ടികളൊക്കെയാണ്. അവരോട് സിനിമാ തിയേറ്ററിന്റെ കാര്യം പറയായിരുന്നു. അവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. സിനിമാ തിയേറ്റർ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അവരെ. നമ്മൾ കാണാത്തൊരു സാധനത്തെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമാ തിയേറ്ററിൽ പോയാൽ എല്ലാവർക്കും കോൺസെൻട്രേഷൻ കിട്ടുന്നു. സാധാരണ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കൂന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പൂർണ്ണ ശ്രദ്ധ ഉണ്ടാവും. ഈ കുട്ടികൾ ഇങ്ങനെ ആശ്ചര്യത്തോട് നോക്കിയാണ്, സിനിമാ തിയേറ്റർ അതെന്താന്ന് അവർ കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, സിനിമാ തിയേറ്ററിൽ പോവാത്തവർ കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കി. ഒരാളും സിനിമാ തിയേറ്റർ കണ്ടിട്ടില്ല. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാന്ന് ആലോചിച്ചൊക്കെ എന്റെ പോലും അല്ലേ? ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ള തോന്നലാണോ വേണ്ടത്? കുറേ ഇല്ല എന്ന് പറയാൻ എനിക്കും പറ്റും. ബാക്കിയുള്ള പലർക്കും ഉള്ളത് പലതും എനിക്കില്ലല്ലോ. ഞാൻ സാധാരണ പറയാറുള്ളത്, നിസാമിനെക്കാളും ബെറ്റർ ആണ് എൻ്റെ ലൈഫ്. കാരണം നിസാമിന് എയർ കണ്ടീഷൻ റൂം ഉണ്ടായിട്ടില്ല, എനിക്ക് എയർ കണ്ടീഷൻ റൂം ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന അങ്ങനല്ലേ വേണ്ടത്. നിസാം സഞ്ചരിച്ചിരുന്ന കാറിൽ എയർ കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടാവുമോ? ഇല്ല. അപ്പൊ ഹൈദരാബാദിലെ നിസാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ ആ കാലത്ത്. നമ്മൾ അതിനേക്കാളും മെച്ചല്ലേ ഇന്നത്തെ കാലത്ത്. നമുക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല എന്നുള്ളതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്ന് ആലോചിക്കാം. അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. വലിയൊരു മഹാന് പണ്ട് എഴുതി കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ചിട്ടാണ്, ഈവൻ ദിസ് വിൽ ചേഞ്ച്. എന്താണ്? ഈവൻ ദിസ് വിൽ ചേഞ്ച്. ഏറ്റവും ദുഃഖം ഉണ്ടാകുമ്പോഴും എഴുതേണ്ടത് ഈവൻ ദിസ് വിൽ ചേഞ്ച്. ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോഴും അല്ലെ, ഏറ്റവും എക്സ്റ്റസിയിൽ സന്തോഷം ഉണ്ടാവുന്ന ഒരു സമയം ജീവിതത്തിൽ സ്ഥിരമായിട്ടുണ്ടാവും? ഇല്ല, അതും മാറും, അതും പോകും, ഇല്ലേ? അപ്പൊ ഓരോ സമയവും ആ സമയം മാത്രമേ ഉള്ളൂ, പിന്നില്ലത്. അത് ദുഃഖം ഉണ്ടാവുമ്പോഴും സന്തോഷം ഉണ്ടാവുമ്പോഴും. ഈ മക്കള് ചോദിക്കില്ലേ അമ്മയോട്, പ്രൊഫഷണലായിട്ട് BA MS ആയിട്ട് എന്താ കാര്യം, എന്താ ചെയ്തത്? വൈദ്യരാജ നമസ്തുഭ്യം, യമരാജ സഹോദര, യമ ഹരതുമേ പ്രാണൻ, വൈദ്യൻ ധനാനിച്ച. ശവം കൊടുക്കുമ്പോഴും ബില്ല് കൊടുത്ത് കാശ് അടിച്ചിട്ട് ശവം കൊണ്ടുപോയതാന്ന് പറയുന്നവരാണ് വൈദ്യന്മാര്. അപ്പൊ അതൊക്കെ ഈ ലോകത്തുള്ളതാണ്. അതിൽ നിന്ന് മാറ്റമായിട്ട് സ്വന്തം തുടക്കി ലൈസൻസ് ഇല്ല എന്ന് വിചാരിക്കുക.
വണ്ടി ഓടിക്കാൻ കോൺഫിഡൻസ് അറിയാം, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അടുത്ത MLA ഇരുന്നിട്ട് പറയാണ് താൻ ഓടിക്കുക, ഒരു പോലീസും തന്നെ പിടിക്കില്ല. അതാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എനിക്കില്ലെങ്കിലും ഉള്ള ഒരാൾ അടുത്തുണ്ടാവണ്ടേ. എന്തിനാ ലേണിംഗ് ലൈസൻസിന്റെ സമയത്ത് ലേണേഴ്സ് ലൈസൻസിന്റെ കൂടെ ലൈസൻസ് അറിയുന്ന ഒരാൾ വേണം കൂടെ എന്ന് പറയുന്നത്? അതാണ് കോൺഫിഡൻസ്. മുന്നോട്ട് പോകും. തുടങ്ങാൻ എന്ത് വേണം എന്നാണ് ആലോചിക്കുന്നത്. എപ്പോ തുടങ്ങും, എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, എപ്പോ എന്നാണ് ആലോചിക്കുന്നത്. കാശുണ്ടാക്കണം. കാശുണ്ടാക്കാൻ ഞാൻ പറയുന്നത്, വലിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, കാശ് വേണ്ടേ? എന്ത് സാധനം മേടിക്കണമെങ്കിലും കാശ് വേണ്ടേ? കാശില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ കാശ് വേണം, കാശുണ്ടാക്കണം. കാശുണ്ടാക്കുന്ന ഒരു തെറ്റുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മിയെ കൂടെ വെച്ചിരിക്കുന്ന ആളാണ് വിഷ്ണു. കാശ് കൂടെ ഉണ്ടായാലേ ആക്ഷൻ ഉണ്ടാവുള്ളൂ എന്ന് വിഷ്ണു പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ഞാൻ പറയുന്നത്, ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ അടുത്ത ഹോട്ടൽ ഉണ്ടോ നോക്കിയിട്ടല്ല തുടങ്ങുക. നിങ്ങളുടെ പ്രാക്ടീസ്, ഇറ്റ്സ് ഓൾ വേർഡ് ഓഫ് മൗത്ത്. അഡ്വർടൈസ്മെന്റ് പോലും ആവശ്യമില്ല. കാരണം യു ആർ നോട്ട് അട്രാക്ടിങ് പീപ്പിൾ ഫ്രം ദ ഹോൾ വേൾഡ്. മനസ്സിലായോ? കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെ. അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. എൻ്റെ വീട്ടിൽ തന്നെ, തറവാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട്, ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. എൻ്റെ വീട്ടിന്റെ തറവാട്ടിൽ എൻ്റെ ബന്ധുക്കളായിട്ട് തന്നെ 37 ഡോക്ടർമാരുണ്ട് എനിക്ക്. അതിൽ ആയുർവേദം മാത്രമുള്ള കുറെ പേരുണ്ട്. ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയണത്. ഗവൺമെന്റ് സർവീസിലുള്ള ആളുണ്ട്, ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ടീച്ചർമാരായിട്ടുള്ളവരുണ്ട്. ഓക്കെ, പരിയാരം മെഡിക്കൽ ആയുർവേദ കോളേജിൽ ടീച്ചറായിരുന്നു. അതിന് മുമ്പ് തിരുവനന്തപുരത്ത് ടീച്ചറായിരുന്നു. എൻ്റെ കസിനാണ്. എനിക്കറിയുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. അവരുടെ മക്കളും ആയുർവേദമാണ്. ഇപ്പൊ അവർ UK പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഹസ്ബൻഡിനെയും കുട്ടീനെയും ഇവിടെ ആക്കിയിട്ട് അമ്മമ്മയുടെ അടുത്താക്കിയിട്ട് സ്ഥലം വിടുക ചെയ്തത് UK. എൻ്റെ ബർത്ത്ഡേക്ക് UK എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഹസ്ബൻഡ് പോയത്. ഇതൊക്കെ നടക്കും, വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. എൻ്റെ രമ്യ പറയൂ, എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എന്ത് തുടങ്ങണം, കൃത്യമായിട്ടൊരു പ്രോജക്റ്റ് തുടങ്ങുക, സ്റ്റാർട്ട്. ഒരിക്കലും അമാന്തിക്കരുത്. ധൈര്യം, ഫ്രീഡം, ഈ 2 കാര്യങ്ങളും. ബാക്കിയൊന്നും പ്രശ്നമല്ല. അത് ഫിനാൻഷ്യൽ ഫ്രീഡം ആവാം. ഓക്കെ, ഫിനാൻസ് ആവശ്യമുണ്ട്, ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റാത്ത മാർഗങ്ങളൊന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ട്. മനസ്സിലായോ? ആ ധൈര്യം നമുക്കുണ്ടെങ്കിൽ പോട്ടെ. നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. ഒന്നും ഇല്ലാണ്ടല്ലേ വന്നത്, ഒന്നും ഇല്ലാണ്ടല്ലേ പോവാൻ പോണത്. അതിനിടയിൽ ഇതൊക്കെ വെച്ച് കുറച്ച് കളിക്ക്. വലിയ സിദ്ധാന്തങ്ങളും പ്രശ്നങ്ങളൊന്നും വേണ്ട. വലിയ സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടൊന്നും അല്ല ശ്രീധരീയവും കോട്ടക്കലും ഒക്കെ വളർന്നത്. ഓക്കെ, ഇതൊന്നും ബാധകമല്ല. ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് അവനവന് ചെയ്യാനുള്ള ഒരു ഷോപ്പ്, ഒരു ചെറിയൊരു സാധനം വെച്ചിട്ട് കുറച്ച് മരുന്നുകൾ മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടും ഏജൻസികൾ തുടങ്ങിയിട്ടും യു ക്യാൻ സ്റ്റാർട്ട് ഏജൻസീസ്. ആരും ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവെക്കുമല്ലോ മരുന്ന്. യു ഡോണ്ട് ഹാവ് ടു ബൈ. അത് പക്ഷെ കൊണ്ടുവച്ച് കഴിഞ്ഞാല് അതിന് ബിസിനസ് ഉണ്ടായാലേ അവർ കൊണ്ടുവെക്കുള്ളൂ എന്ന് മാത്രം. കാരണം അവരുടെ ഏജൻസിക്ക് കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് ഒരു സാധനം വിൽക്കാതെ തിരിച്ചു കൊണ്ടുവന്നാലോ, അപ്പൊ അത് നടക്കില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഡിമാൻഡ് വരാൻ പോകുന്നുണ്ടോ, അതനുസരിച്ചിട്ട് കുറച്ച് ചെയ്യണം. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യാലോ മരുന്നുകൾ. എല്ലാ ആഴ്ചയിലും കർപ്പൂരാതി തേച്ച് കുളിക്കുന്ന ആളാണ്. അതൊക്കെ ആമസോണിലാണ്. അതുപോലെ മിക്കവാറും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കുന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ട് പരിക്കുന്നുണ്ട്. നല്ല ശ്വാസം മുട്ട് വരുമ്പോൾ പറയും ഇന്നതാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് നടക്കും. അലൗഡ് ആയിട്ടുള്ള സ്ഥലം എത്ര ദൂരം ഉണ്ടാവും? 10 മീറ്ററോ 20 മീറ്ററോ 30 മീറ്ററോ ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഒരു ഭാഗം നോക്കിയാലും ചെറിയൊരു മുറിയൊക്കെ വാടകയ്ക്ക് എടുത്ത് തുടങ്ങാൻ പറ്റും. ബാർബർ തുടങ്ങണം, എന്നിട്ട് വേണ്ടേ ഡോക്ടർക്ക് തുടങ്ങാൻ പറ്റാണ്ട്. ഒരു വിവരമില്ലാത്ത ബാർബർമാർക്ക് പോലും ചെറിയൊരു റൂം എടുത്തിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അയാൾക്ക് സെസറും കൊണ്ടിരിക്കുന്നില്ലേ? അത്രയും ധൈര്യം നമുക്കില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല തന്നെയൊക്കെ. ഒരു തുടക്കത്തിലുള്ള കുഴപ്പമുള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. കുറെ കാലം ജോലി ചെയ്യാത്തപ്പോൾ ഉണ്ടാകുന്ന മടിയാണ്, ധൈര്യമല്ല, മടിയാണ്. ധൈര്യം എന്ന് പറഞ്ഞ പേര് വെറുതെ ധൈര്യത്തിനെ കുറ്റപ്പെടുത്തല്ലേ. മടിയാണ് പലപ്പോഴും പലരും ധൈര്യമില്ല എന്ന് പറയുന്നതിന് കാരണം. അപ്പൊ ആ മടി മാറ്റുക.
ആ മടി ഉണ്ടാവുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുമ്പോൾ ഓ ശരിയാണ് എന്ന് അവരെ നമ്മൾ എഗ്രി ചെയ്യും. ആ സത്യം. മടി ഇല്ലാണ്ടിരിക്കുമ്പം ധൈര്യത്തിൽ ചെയ്യാൻ പറ്റും. അവരോട് പറയാം എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല, കടായിട്ട് തന്നാൽ മതി. ഇവിടെയൊക്കെ ഈ തെലുങ്ക് നാട്ടിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അബ്രോഡിൽ അയക്കുമ്പോൾ അവർക്ക് ഒരാൾക്കും അച്ഛൻ്റെ അമ്മേൻ്റെ സപ്പോർട്ട് കാശ് കൊടുക്കില്ല. അവർ പറയാൻ എന്താ അറിയോ, നിങ്ങൾക്ക് 20 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണോ, ഞാൻ തരാമെന്ന് അച്ഛൻ പറയും. എന്നിട്ട് പറയും 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരണം, കടമായിട്ട് തരാം, വിത്തൗട്ട് ഇൻട്രസ്റ്റ്. ബാങ്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് വേണ്ട എനിക്ക്, ഞാൻ ഫ്രീ ആയിട്ട് തരാം. പക്ഷെ അത് ഫ്രീ ആണ്, തിരിച്ചടക്കണ്ട എന്നുള്ളൊരു തോന്നൽ പാടില്ല. കാരണം ആ തോന്നൽ ഉണ്ടായാൽ അവരെ പിന്നെ തിരിച്ചു കൊടുക്കില്ല, കാശുണ്ടാക്കില്ല. അപ്പൊ പിന്നെ കച്ചവടം അറിയുന്ന ആളാണ്, ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ തുടങ്ങ്. ഭഗവാൻ ചിന്തകളൊക്കെ വേണം, പക്ഷെ കർമ്മവും മനസ്സിലാവുണ്ടോ? കർമ്മം വേണം, അർത്ഥം വേണം, അതിന്റെ കൂടെ തന്നെ പ്രസിദ്ധി വേണം. ഈ 3 കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുന്ന ഡിവോഷൻ, സന്തോഷമൊക്കെ നമുക്ക് സ്പിരിച്വാലിറ്റി ഒക്കെ വേണം. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ. സ്പിരിച്വൽ പിന്നെ വേണം. സ്പിരിച്വൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ വരും. ഫിസിക്കലി സ്ട്രോങ് ആവണം, ഇമോഷണലി വളരെ കൺട്രോൾഡ് ആവണം, ഇന്റലക്ച്വലി വളരെ ഷാർപ്പ് ആവണം, സോഷ്യലി ആക്റ്റീവ് ആവണം. അതുപോലെ സ്പിരിച്വലിയും വേണം. നമ്മൾ കാണും, എന്നെ കാണണം എന്ന് ആരെങ്കിലും അടുത്ത പ്രാവശ്യം കാണാം, എവിടെയാണ് വരുന്നത് എങ്ങനെ അറിയാം, എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചോദിച്ചവരെയാണ് ആ ഗ്രൂപ്പിലിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നൈയിൽ വരുന്നുണ്ട് എന്ന്, ഞാൻ ആ ചെന്നൈയിൽ വരുന്നുണ്ട് എന്ന് എനിക്കിപ്പോ 1000 പേരുണ്ടാവും ചെന്നൈയിൽ, എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണുമോ എന്ന് ചോദിച്ചിട്ടുള്ളവരെ മാത്രം അതിനകത്ത് ചേർത്തിരിക്കുന്നത്. പക്ഷെ അത് പലരും ഞാൻ ഉള്ള വീഡിയോ കാണുക, അത് ബാക്കിയുള്ളവരിൽ ഷെയർ ചെയ്യുക, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പും കൂടി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അതിൽ സോഷ്യലി ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേരുണ്ടാവും, സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ടാവും. അത് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഓൾസോ ഫീൽ ദർ ഈസ് സംതിങ് ഗ്രേറ്റ്. അതല്ലാതെ ഇപ്പൊ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് അവിടെ മാത്രം ചേർന്നിട്ടുള്ള കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യും. അതിൽ താല്പര്യമുള്ളവർ ഇതിനകത്ത് ചേരണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ പോയിക്കോളാൻ പറയും. കാരണം അടുത്ത പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവരോട് പറയണമെന്നില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു. അപ്പൊ എന്റെ ട്രാവൽ മാത്രം അല്ലെങ്കിൽ എന്റെ പ്രോഗ്രാംസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ആക്റ്റീവ് ആണ്. തീർച്ചയായിട്ടും 1/3 ഭാഗം ജന്മം, 1/3 ഭാഗം നമ്മള് ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, 1/3 ഭാഗം എവിടെയാണ് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഇപ്പൊ അമേരിക്കയിലായിരുന്നു താൻ എന്ന് വിചാരിക്കും, തനിക്ക് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റില്ല, കാരണം അവിടെ പെർമിറ്റ് ചെയ്യില്ല നമ്മളെ. അപ്പൊ ഓരോ എത്രയോ ഭാഗ്യമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്, ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെയൊക്കെ എത്രയോ ആൾക്കാരെ നമുക്ക് അറിയാമെന്നറിയും, പ്രൊഫഷണലി വളരെ ഹൈ ആണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് കിട്ടില്ല. തുടങ്ങും. കുറേ ചെയ്യാനുണ്ട്, മുന്നോട്ട് കുറെ പോകാനുണ്ട്. അതെ. ഓക്കെ. ഓക്കെ.